ഹലോ, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബർഗറിൻ്റെ റെസിപ്പിയാണ്. വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് എങ്ങനെ ഒരു ബർഗർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് ബീഫാണ്. ഇപ്പോൾ ഞാനിതൊരു 1/4 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ബോൺലെസ് ആയിട്ടുള്ള പീസസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ബീഫിന് പകരം നിങ്ങൾക്ക് ചിക്കൻ യൂസ് ചെയ്യാം. പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം, ഒരു പകുതി ക്യാപ്സിക്കം മതിയാവും, ഒരു വലിയ സവാള, അതുപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു പകുതി ചെറുനാരങ്ങ. ഇതെല്ലാം നമുക്കിതിൽ ചേർത്ത് കൊടുത്തിട്ട് മിൻസ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് മിൻസ് ചെയ്ത ബീഫ് കിട്ടും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സവാളയും ക്യാപ്സിക്കം എല്ലാം അതിലോട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നാട്ടിലൊക്കെ മിക്സ് ചെയ്ത ബീഫ് കിട്ടാൻ കുറച്ച് പണിയായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ ബോൺലെസ് ആയിട്ടുള്ള ബീഫ് എടുക്കുക. എന്നിട്ട് സവാളയും ക്യാപ്സിക്കം എല്ലാം കൂടി എടുത്ത് നമ്മുടെ മിക്സിയുടെ ചെറിയ ഗ്രൈൻഡർ ജാർ ഉണ്ടാവുമല്ലോ, അതിൽ കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഫുഡ് പ്രോസസ്സർ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താലും മതിയാവും. ഇപ്പം ഞാൻ ബീഫൊക്കെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടി നമുക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് പാറ്റീസ് ആക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ ഇതുപോലെ ബോൾസ് എടുക്കുക. എന്നിട്ട് കയ്യിൽ എണ്ണ തടവിയിട്ട് വേണം നമ്മളിതുപോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ പരത്തിയെടുക്കാം കൈ വെച്ചിട്ട് തന്നെ. പിന്നെ നിങ്ങൾ പാറ്റി ഉണ്ടാക്കുന്ന സമയത്ത് ബീഫ് നല്ല കട്ടിയിൽ ഉണ്ടാക്കരുത്, കുറച്ച് തിന്നായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. കാരണം ബീഫ് ആവുന്നതുകൊണ്ട് കുറച്ച് വെന്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കട്ടിയിൽ പാറ്റി ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ തിന്നായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് പാറ്റീസൊക്കെ ഉണ്ടാക്കിയിട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള പെർഫെക്റ്റായിട്ട് റൗണ്ട് ഷേപ്പൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കുക്കി കട്ടർ വെച്ചിട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും അടപ്പുണ്ടെങ്കിൽ അതെടുത്ത് അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തെടുത്തിട്ട് അങ്ങനെ നമുക്ക് റൗണ്ടായിട്ട് പെർഫെക്റ്റായിട്ട് ഷേപ്പിൽ കിട്ടും. ഇപ്പോൾ പാറ്റീസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റായിട്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് കുറച്ച് സവാള ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാൻ വെച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലോട്ട് ഒരു വലിയ സവാളയാണ് ഞാൻ എടുക്കുന്നത്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ വിനീഗർ അല്ലെങ്കിൽ സുർക്ക ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതുപോലെ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതുപോലെ ക്യാരമലൈസ് ചെയ്തിട്ടുള്ള സവാളയൊക്കെ ബർഗറിൽ ചേർക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും ബർഗറിന്. ഇപ്പോൾ സവാളയൊക്കെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് പാറ്റീസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ സെയിം പാനിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലെ പാൻ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ബീഫ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ബീഫ് നന്നായിട്ട് വേവുന്ന വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബീഫ് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ബർഗറിലോട്ടുള്ള ചീസ് സോസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ച് കൊടുക്കാം. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 കപ്പ് പാലാണ്. പാലും കൂടി ചേർത്തിട്ട് കട്ടയില്ലാതെ നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ല തിക്കായിട്ട് എടുക്കണം. അത് ചൂടാവുമ്പോൾ തിക്കായിട്ട് വരും.
ഇപ്പോൾ നന്നായി കട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചീസ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനൊരു 1/4 കപ്പ് ചീസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ചീസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ചീസ് നിങ്ങൾക്ക് ഏത് ചീസും യൂസ് ചെയ്യാം. പിന്നെ ഈ ലോക്ക്ഡൗൺ സമയത്ത് നിങ്ങൾക്ക് ചീസൊന്നും കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലോട്ട് കുറച്ച് തൈരോ നല്ല പുളിയുള്ള തൈരോ അല്ലെങ്കിൽ മോരോ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴും ഈ ഒരു ടെക്സ്ചർ ഉണ്ടാവും, ഒരു പുളി ഉണ്ടാവും. അപ്പോൾ ഈ സമയത്ത് ചീസ് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ട്രൈ ചെയ്യാതിരിക്കരുത്, ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചീസ് സോസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബർഗർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. പിന്നെ നമ്മുടെ ബീഫ് പാറ്റിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാരമലൈസ് ചെയ്തിട്ടുള്ള സവാള റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇതിലോട്ട് കുക്കുംബർ, ക്യാപ്സിക്കം, പിന്നെ ലെറ്റ്യൂസും കുറച്ച് തക്കാളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്തിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് ബർഗർ ബണ്ണാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ചീസ് സോസും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കെച്ചപ്പും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് അറേഞ്ച് ചെയ്യാം. ആദ്യം തന്നെ അപ്പോൾ കുറച്ച് ചീസ് സോസ് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ബണ്ണിൽ. എന്നിട്ട് നമുക്ക് വെജിറ്റബിൾസൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ 2 ലെയറിലായിട്ട് നമുക്ക് പാറ്റി വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഒറ്റ പാറ്റി ആയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ, നിങ്ങൾക്ക് 1 or 2, പിന്നെ നിങ്ങൾക്ക് നന്നായിട്ട് ചീസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചീസ് സോസ് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാം. പിന്നെ വെജിറ്റബിൾസും നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് തക്കാളി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ തക്കാളി ചേർക്കാതിരിക്കാം. ചിലർക്കൊന്നും തക്കാളിയുടെ ഒരു ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല, അങ്ങനത്തെവർക്ക് തക്കാളി ചേർക്കാതിരിക്കാം. അതുപോലെ ലെറ്റ്യൂസ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ലെറ്റ്യൂസ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, അതില്ലാതെ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ 2 പാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ മേലെ കുറച്ച് സോസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കെച്ചപ്പ് മയോണൈസും കൂടി മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. കെച്ചപ്പ് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കെച്ചപ്പിൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മയോണൈസിൻ്റെ കൂടെ കുറച്ച് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു കെച്ചപ്പിൻ്റെ കുത്തലുണ്ടാവില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബർഗർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കുക്കായിട്ടും കിട്ടും, ഇത്രയും സമയം എടുക്കില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, നല്ല ജ്യൂസിയാണ് നമ്മുടെ ബർഗർ. കുറേ സോസും ചീസൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്